സംഭവിക്കുന്നതൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ. എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ് അമ്മേ. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അബിയുടെയും വസുവിന്റെയും അവസ്ഥയോർത്ത് കുറച്ച് വിഷമമുണ്ടെങ്കിലും മറ്റെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. വളരെ വേഗം തന്നെ ഈ വീട് ശ്മശാനമായിട്ട് മാറും. എന്നോട് കളിക്കാൻ വന്നാ ഇതായിരിക്കും ഫലം. നിൽക്കേട്ടാ, ആ ബാഗ് ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടുവയ്ക്കാം. പത്മ, നിന്റെ ബാഗ് ഇങ്ങത്താ, ഞാൻ കൊണ്ടുവയ്ക്കാം. ഇങ്ങത്താ ചേച്ചി, ഞാൻ കൊണ്ടുവച്ചേക്കാം. താ, ഞാൻ കൊണ്ടുവയ്ക്കാം. നമ്മളിവിടെ ഫാക്ടറിയിൽ പാക്ക് ചെയ്ത ലോഡ് ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടും സർ. അതിനുള്ളിൽ നിങ്ങൾ റെയ്ഡ് ചെയ്ത് ആ ലോഡ് പിടിച്ചെടുക്കണം സർ. എന്തായാലും ശരി, ഞങ്ങളുടെ ഓണർ ജയിലിൽ പോണം. ഈ ഫാക്ടറി എനിക്ക് സ്വന്തമാകണം. വെക്കട്ടെ സർ. വസുന്ധര, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? ഏട്ടാ, ഇന്നെന്തോ ഇവിടെ സംഭവിക്കാൻ പോവാ. ചേച്ചി എന്തായി പറയുന്നേ? നമ്മുടെ യൂണിയൻ ലീഡർ ആരുടെയൊക്കെയോ കൂടെ കൂട്ടുകൂടി ഭാസ്കരേട്ടനെയും അഖിലിനെയും ജയിലിലേക്ക് പറഞ്ഞു വിട്ട് ഈ ഫാക്ടറി അയാളുടെ പേരിൽ സ്വന്തമാക്കാനാ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം വസു? ബാഗ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് യൂണിയൻ ലീഡർ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. കുറച്ചു സമയത്തിനുള്ളിൽ ലോഡ് പുറപ്പെടുമെന്നും അത് റെയ്ഡ് ചെയ്ത് അവരെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. ലീഡർ അങ്ങനെ ഒരാളല്ല ചേച്ചി. ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അയാള് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. സത്യമായിരിക്കും രവി. എന്റെ ഏട്ടനോടും അഖിലിനോടും യൂണിയൻ ലീഡറിന് നല്ല ദേഷ്യമുണ്ട്. ഒരവസരം കിട്ടാൻ കാത്തിരുന്നായിരിക്കും. നമ്മളിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? ഉടനെ തന്നെ ഭാസ്കരേട്ടനെയും അഖിലിനെ വിളിച്ച് ഈ കാര്യം പറയൂ. ഞാൻ പറഞ്ഞാൽ അഖിൽ വിശ്വസിക്കില്ല. പക്ഷെ ഭാസ്കരേട്ടൻ വിശ്വസിക്കുമല്ലോ. പക്ഷെ യാതൊരു തെളിവും ഇല്ലാതെ യൂണിയൻ ലീഡറിന് മേലെ എങ്ങനെ കുറ്റം ചുമത്തുന്നേ? അയ്യോ, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാന്ന് പറഞ്ഞില്ലേ? രവി, യൂണിയൻ ലീഡറിനെ പറ്റി നിന്റെ ഒപ്പീനിയൻ എന്താ? എനിക്ക് മുൻപേ അയാൾ ഈ ഫാക്ടറിയിൽ ഉള്ളത് ചേട്ടാ. വർക്കേഴ്സിന് എന്ത് പ്രശ്നം വന്നാലും അയാളായിരിക്കും മുമ്പിലുണ്ടാവുക. അതുകൊണ്ട് വർക്കേഴ്സിന് അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് വിശ്വസിക്കില്ല. എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ചേച്ചി ഒരിക്കലും കള്ളം പറയില്ല ഏട്ടാ. മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴാ ദുഷ്ടചിന്ത ഉണ്ടാവുകയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അയാൾ വേണമെന്ന് വെച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അഖിലിനോട് ഏട്ടനോടുള്ള ദേഷ്യത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അയാൾ ഈ ഫാക്ടറി തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യുന്നതാ. നമ്മളിങ്ങനെ വൈകിക്കുകയാണെങ്കിൽ ഭാസ്കരേട്ടന്റെ മകളും പ്രശ്നത്തിൽ കൊടുന്നു. അതെ ചേട്ടാ, ചേട്ടൻ എത്രയും വേഗം ഈ കാര്യം അവരോട് പോയി പറ. അവരുറപ്പായി ഒരു ആക്ഷൻ എടുക്കും. വേഗം ചെല്ലിയേട്ടാ. അതെ ചേട്ടാ, വേഗം ചെല്ല്. വേഗം ചെല്ലേട്ടാ. ആഹാ, ഈ വീട് ഇത്രയും നിശബ്ദമാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്തെങ്കിലും വഴക്കുണ്ടാക്കാന്ന് വെച്ചാ ഈ വീട്ടിൽ ആരുമില്ല. ആകപ്പാടുള്ള ഏട്ടത്തെയും ഭാവനയും അവരുടെ റൂമിലാ. ചുമരിനോട് വഴക്ക് കൂടാന്ന് വെച്ചാ അതൊരിക്കലും പ്രതികരിക്കുകയില്ല. എന്നെ ഞാൻ തന്നെ വഴക്ക് പറയുന്നത് പോലെ ആകും. പുറത്തേക്ക് പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. എന്നാലും ചോദിക്കുക, എവിടെ പോയെടുത്തി? ഞങ്ങൾ എവിടെ പോവാന്ന് ഏട്ടത്തിക്ക് എന്താ അറിയില്ലേ? എനിക്കറിയാം, പക്ഷെ എന്നെ കൂടി കൂട്ടിക്കൊണ്ടു പോയിക്കൂടെന്ന്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അപശകുനത്തെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവോ ഇളയമേ? നിന്റെ മൈൻഡ് വോയിസ് ഞാൻ കേൾക്കുന്നുണ്ട് മോളെ. ഇതെന്റെ മൈൻഡ് വോയിസ് ഒന്നും അല്ല ഇളയമേ, ഞാൻ തന്നെ പറഞ്ഞതാ.
കണ്ടില്ലേ എടുത്തി, ഭാവനയ്ക്ക് പോലും ഞാനൊരു അധികപ്പറ്റ. ഏട്ടത്തി ചെയ്ത കാര്യത്തിനൊക്കെ നിങ്ങളെ വീട്ടിൽ തന്നെ നിർത്താൻ പാടില്ലാത്തതാ. പാവം പോട്ടെ, ഭർത്താവും കുട്ടികളും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് എവിടെ പോകാനാന്ന് വിചാരിച്ച് നിർത്തിയതാ. എന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു. മനസ്സിലുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നത് ഇളയമേ. ആ, ഈ പ്രായത്തില് നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം എന്തിനാ? ആ പ്രായം തൊട്ടേ ഞാൻ ചോദിക്കുന്നതാ. അന്ന് തന്നെ ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണവും കഴിഞ്ഞ് കുട്ടികളായിട്ട് ഒന്നിച്ച് കഴിയായിരുന്നല്ലോ. എന്നെ കണ്ടായിപ്പോ എല്ലാവർക്കും ഒരു അധികപ്പറ്റ. എനിക്കൊരു ഭർത്താവില്ലാത്തോണ്ടല്ലേ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുന്നേ. അഭിയും ബസ് ഇവിടെ ഉള്ളപ്പോ എനിക്ക് കുറച്ചെങ്കിലും ബഹുമാനം കിട്ടുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് ഏട്ടത്തിയുടെ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടതല്ലേ? ഭാസ്കറിനോടും അഖിലിനോടും വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് അഭിയേയും വസുവിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കൂട്ടുനിന്നു. ഇപ്പൊ അനുഭവിച്ചോ? ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ എവിടെയും പോവാതെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഞാനിവിടെ ഇരുന്നോളാം. ഒരു കാവൽപ്പട്ടിയെ പോലെ, ഒരു വാച്ച്മാനെയും വേലക്കാരിയെ പോലെ ഞാൻ ഇവിടെ ഇരിക്കാം. എന്റെ തലവിധിയല്ലേ. ഈ തലവിധി പോലും ഇല്ലാത്ത ആൾക്കാര് ധാരാളമുണ്ട് ഈ ലോകത്ത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങൾ ഭാഗ്യശാലിയാ. ഇതൊക്കെ എന്ത് ഭാഗ്യാണ് എടുത്തി. ഇളയമേ, ഒരു വട്ടം ഒന്ന് പുറത്തിറങ്ങി നോക്ക്. താമസിക്കാൻ വീട്, കഴിക്കാൻ ആഹാരം, ഉടുക്കാൻ മര്യാദയ്ക്കൊരു വസ്ത്രം പോലും ഇല്ലാതെ എത്രയോ പേരുണ്ട്. എല്ലാം ഉണ്ടായിരുന്നിട്ടും നന്ദി മറന്ന് വഴക്കുണ്ടാക്കി ഈ വീടിനെ കീറി മുറിച്ചു. ഇപ്പൊ പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ പോയതിനു ശേഷം ഭാസ്കറും അഖിലും കാർത്തികയും വന്ന് നിങ്ങൾ എവിടെ പോയിരിക്കുന്നു എന്ന് ചോദിച്ചാ ഞാൻ എന്തു മറുപടി പറയും? എന്ത് പറയണമെന്ന് ഇളയമയ്ക്ക് അറിയാലോ, അതന്നെ പറഞ്ഞോ. അമ്മേ, നമുക്ക് പോയിട്ട് വരാം. ഈ വീട് ഇനിയും നശിപ്പിക്കണം. എന്നോട് തന്നെ കളിക്കാണോ? ഈ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. എന്താ ഭാസ്കരേട്ടാ, അമ്മയുടെ മുമ്പിൽ വെച്ച് ഏട്ടാ അഖിലിനോട് വഴക്കിടുന്നത് നല്ലതാണോ? അത് നമുക്ക് നാണക്കേടല്ലേ വരുത്തി വെക്കോ? ആ ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്. ഇവനും നീയും നിന്റെ അമ്മയും നിങ്ങൾ എന്നെ എത്ര തവണ അവമാനിച്ചത്. അപ്പൊ എനിക്ക് നാണക്കേടുണ്ടായിട്ടില്ലേ? ഞാൻ വെറുതെ അല്ല ഓരോന്ന് പറയുന്നേ. ചേട്ടൻ ചെയ്യുന്ന പ്രവൃത്തി കാരണമാ. മര്യാദയ്ക്ക് സോറി പറയടാ. ഞാൻ എന്തിനാ സോറി പറയുന്നേ? എന്നെക്കാളും മുതിർന്ന ആളായതുകൊണ്ടായിരിക്കും. എനിക്ക് നിങ്ങളെക്കാളും വിവരമുണ്ട്. കണ്ടല്ലോ കാർത്തിക ഇവന്റെ അഹങ്കാരം. എന്റെ അഖിൽ നിന്റെ ഏട്ടനല്ലേ, ഒരു സോറി പറഞ്ഞാ എന്താ സംഭവിക്കുക? മരിച്ചാലും പറയില്ലടി. ഇയാൾക്ക് ഇങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം ഓർത്തു നോക്ക്. ഇങ്ങനെ സ്ഥിരം എന്നെ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞോ ഒരു ദിവസം ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്ത് ചെയ്യും എന്നെ? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്യൂസ് മീ സാർ. എന്താ കാര്യം? എനിക്ക് സാറിനോടൊരു കാര്യം പറയണം. എന്താ പറയാനുള്ളത്? അത് ഒരല്പം കോൺഫിഡൻഷ്യലാണ്. ഓണേഴ്സിനോട് വർക്കേഴ്സിന് എന്താ ഇത്ര കോൺഫിഡൻഷ്യൽ മാറ്റർ? അതല്ല സാർ, യൂണിയൻ ലീഡർ അയാളാണ് നിന്നെ അയച്ചത്. ഞങ്ങൾ എന്താ ഒരു പണിയില്ലാതിരിക്കുകയാണെന്ന് വിചാരിച്ചോ? മാനേജർ, നിങ്ങൾ അവിടെ എന്തെടുക്കുവാടോ? കണ്ടോമാരൊക്കെ എന്തിനാടോ എന്റെ അടുത്ത് നിൽക്കുന്നേ? ആ യൂണിയൻ ലീഡർ എവിടെ? സർ, അത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. അഭി എന്തോ പറയാൻ വന്നിരിക്കുക, അതൊന്ന് കേക്ക്. എന്ത് പറയാൻ പോവാ? ഇയാൾ പറയുന്നൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാക്ടറിയിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് വന്നത് സർ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. താൻ പോയി തന്റെ ജോലി നോക്ക്. സർ, അത് സർ വിളിച്ചായിരുന്നു. വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത താൻ എന്ത് ലീഡറാ? ഇയാൾ ഞങ്ങളുടെ റിലേറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇയാളെ ഞാൻ പറഞ്ഞിട്ടല്ല സർ. പിന്നെന്തിനാ ഞങ്ങളോട് എന്തോ പറയാൻ വന്നത്? ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് കരുതി കാണും. എനിക്ക് ആര് പറയുന്നതും കേൾക്കണ്ട, വിളിച്ചോണ്ട് പോടോ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും. പോടോ. എന്താണ് നോക്കുന്നേ? പോടോ. അഭിരാം, ഓണേഴ്സിന്റെ അടുത്ത് എന്തിനാ പോയത്? അവരോട് തനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല ചേട്ടാ. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം എന്നോട് പറയണം. ഞാൻ അവരോട് പറഞ്ഞോളാം. ഞാൻ അവരോട് പറയാൻ പോയ കാര്യം ചേട്ടനോട് പറഞ്ഞാൽ ശരിയാവില്ല. തന്നെക്കുറിച്ച് താൻ എന്താ കരുതിയിരിക്കുന്നേ? ഓണേഴ്സിന്റെ ബന്ധുവായതുകൊണ്ട് നീ എന്നെ ബഹുമാനിക്കില്ലേ?
എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. എന്ത് ശരിയാക്കാൻ? അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അഭിറാം, ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അവര് നിന്റെ ചേട്ടനും അനിയനും ഒക്കെ ആയിരിക്കാം, പക്ഷേ അവര് നിന്നെ വേണ്ടാന്ന് വെച്ചവരാ. എന്നോട് നിന്റെ അഹങ്കാരം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ, ഞാൻ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് പുറത്തെറിയും. നിന്നെ മാത്രമല്ല, ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന നിന്റെ ഭാര്യയും. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. കുറച്ചായി ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മുഴുവനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾ താനേ അറിഞ്ഞോളൂ. എന്താ ചേട്ടാ അയാൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത്? ചേട്ടനെ കുറിച്ച് എന്താ അയാൾക്ക് അറിയില്ലേ? അവനൊരു സംശയമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഫോണിൽ സംസാരിച്ചത് അവൻ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. സൂക്ഷിക്കണം ചേട്ടാ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ നമ്മൾ വലിയ പ്രശ്നത്തിലാവും. അതുവരേക്കും കയ്യും കെട്ടി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ചോ നീ? എങ്ങനെയോ നമ്മുടെ ഓണേഴ്സിന് ഇവനെയും ഇവന്റെ കുടുംബത്തിനെ ഇഷ്ടമല്ല. അവരെ ഉപയോഗിച്ച് ഇവനെ ഈ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് അടിച്ചോടിക്കാം. പെട്ടെന്ന് തന്നെ അത് ചെയ്യട്ടാ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പ്രശ്നമാവും. പ്രശ്നം ഉണ്ടാക്കുന്നതല്ലാതെ പ്രശ്നത്തിൽ കുടുങ്ങുന്നൊരു ശീലം എനിക്കില്ല. നിനക്കറിയാവുന്നതല്ലടാ. അവന് ഞാനത് തെളിയിച്ചു കൊടുക്കാം. ഭാസ്കരേട്ടനെ കൊണ്ട് വലിയ തലവേദനയാ മോം. ചെറിയ കാര്യത്തിന് പോലും അഖിലിനോട് വഴക്കൂടുവാണ്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഒരു 2 ദിവസം സമാധാനായിട്ടിരിക്കും ബേബി. ഭാസ്കറിന്റെ കാര്യം ഞാൻ തീർത്തു തരാം. ഈ വീട്ടിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കാം. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും മോം. എനിക്ക് അയാളെ കൊണ്ട് സഹിക്കാൻ വയ്യ. ആ ഭാസ്കരേട്ടനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. മോം തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ് മോം. എന്തിനാ വഴി കയറി നിൽക്കുന്നേ? മാറങ്ങോട്ട്. ആരടി മാറിപ്പോകേണ്ടത്? നിന്റെ ഇഷ്ടത്തിനൊന്നും പറയാനാണോ? സ്വത്ത് കൈ കിട്ടുന്നതിന് മുന്നേ ആന്റി ആന്റി എന്നും പറഞ്ഞ് എന്റെ പുന്നാര മോളെ പോലെ പിറകെ നടക്കുകയായിരുന്നു. ഇപ്പോ നിനക്ക് കൊടുക്കാത്ത അഹങ്കാരാണല്ലോടി. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചുപയോഗിക്കണം സുമംഗലെ. എന്റെ ബേബിക്ക് അഹങ്കാരമാണ് എന്നൊക്കെ സംസാരിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങളുടെ കഥ അവസാനിപ്പിക്കും. അങ്ങനെയാണോ? നിങ്ങളും ആളത്ര മോശമല്ലല്ലോ. നിങ്ങളുടെ മോക്ക് സ്വത്ത് കിട്ടുന്നത് വരെ സിസ്റ്റർ സിസ്റ്റർ എന്നും പറഞ്ഞ് ഒരു ദിവസം 10 പ്രാവശ്യം വിളിച്ച് എന്റെ മോളെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറയായിരുന്നില്ലേ? എന്നിട്ടിപ്പോ എന്റെ കഥ കഴിക്കൂന്ന് എന്നെ ഭീഷണിപ്പെടുത്താണോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും. ഞാൻ വിചാരിച്ചതുകൊണ്ടാടി നിനക്ക് ഈ സ്വത്ത് കിട്ടിയത് തന്നെ. ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് അഭിയും വസും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള ഞാനൊന്ന് വിചാരിച്ചാ നിങ്ങളുടെ കഥയെ മാറ്റാൻ കഴിയില്ലേ? സ്വത്ത് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്കങ്ങ് കൊമ്പ് മുളച്ചല്ലേ? ഞാനൊന്ന് കാണട്ടെ. ആ സ്വത്ത് നിങ്ങളുടെ കയ്യില് എത്ര നാൾ കാണുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ തന്നെ ഭാസ്കർ നിങ്ങളുമായിട്ട് വഴക്കടിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ അവനെ ഉപയോഗിച്ച് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടി. നിങ്ങൾ കണ്ടോ എന്റെ കളി? നമ്മളോട് ചാലഞ്ച് ചെയ്യണല്ലോ മോം. ഈ കിഴവി നമ്മൾ എന്ത് ചെയ്യാനാ? ഇവരെ കുറച്ച് കാണരുത് ബേബി. ഇവര് പറഞ്ഞത് സത്യവാ. ഈ വീട്ടിൽ നടന്ന എല്ലാത്തിനും ഇവര് തന്നെയാ കാരണം. ഇവരെ എതിർത്താൽ നമുക്ക് തന്നെയാ നഷ്ടം. വാ പോയി സമാധാനിപ്പിക്കാം. എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? എന്നെ അപമാനിക്കുന്നോ? നിങ്ങളൊരു പാഠം പഠിപ്പിച്ച ഞാൻ അടങ്ങും. നിനക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കടി. എന്താ സിസ്റ്റർ, ഞങ്ങൾ ഒരു തമാശ പറഞ്ഞപ്പോ അത് സീരിയസ് ആക്കിയോ? എന്ത്? എന്നോട് തമാശ പറഞ്ഞോ? പിന്നല്ലാതെ. ശരിക്കും ആന്റിയെ എതിരാളിയായി കാണാൻ പറ്റുമോ? ആന്റി എന്റെ വെൽ വിഷർ അല്ലേ? എനിക്കെന്റെ അമ്മയ്ക്ക് ശേഷം ആന്റിയാണ് എന്റെ അമ്മ. ആന്റിയോട് എനിക്കും എന്റെ മോമിനും വലിയ ബഹുമാനമാണ്. സത്യമായിട്ടാണോ നീ പറയുന്നേ? നിങ്ങളാണേ സത്യം സിസ്റ്റർ. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ വേണം.
അല്ല അല്ല, ഞങ്ങളാണ് നിങ്ങളുടെ കൂടെ വേണ്ടത്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം. നിങ്ങള് അഖിലേയും കാർത്തികേയും നന്നായിട്ട് നോക്കണം കേട്ടോ. ഇതില് എനിക്ക് എന്താ ലാഭം കിട്ടുക? നിങ്ങളെ ഞാൻ സഹായിക്കുമ്പോ എനിക്ക് എന്ത് കിട്ടും? ആന്റിക്ക് എന്താ വേണ്ടത്? സ്വത്തിന്റെ ഒരു പങ്ക് എനിക്ക് വേണം. കല്യാണവും ഇല്ല, കുട്ടികളും ഇല്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാ സിസ്റ്റർ സ്വത്ത്? അതിനാ എനിക്ക് സ്വത്ത് വേണമെന്ന് പറഞ്ഞത്. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാ രണ്ടാമത് കല്യാണം കഴിച്ച് കുട്ടികളെ ജനിപ്പിക്കാൻ ഇവരുടെ പ്ലാൻ. ശരി സിസ്റ്റർ, MLA സാറുമായിട്ടേ ഒരു ഡീലുണ്ട്. അത് കഴിഞ്ഞാലുടൻ നിങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് തരാം. അതുപോട്ടെ ആന്റി, അമ്മയും ഭാവനയേട്ടത്തെയും എവിടെ പോയിരിക്കുകയാണ്? അതെ, എന്റെ ഏട്ടന്റെ അടുത്ത് പോയിരിക്കുക. ആ വീട്ടിൽ പോയിരിക്കുകയാണോ? ചേച്ചി, ഇന്ന് നമുക്ക് എന്റെ ഭർത്താവിനും ചേച്ചിയുടെ ഭർത്താവിനും 3 ടെസ്റ്റ് വെച്ചാലോ? ടെസ്റ്റോ? അതെ ചേച്ചി, പുതുതായി കല്യാണം കഴിഞ്ഞ എന്റെ ഭർത്താവിന് എന്നോടാണോ കൂടുതൽ സ്നേഹം, അതോ 3 കുട്ടികളുള്ള ചേച്ചിയുടെ ഭർത്താവിനാണോ ചേച്ചിയോട് കൂടുതൽ സ്നേഹം എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നല്ല രസമായിരിക്കും ചേച്ചി, ഒന്ന് സമ്മതിക്കേ പ്ലീസ്. ശരി, ആ 3 ടെസ്റ്റ് എന്തൊക്കെയാന്ന് പറയും. നമ്പർ 1, അവര് വന്നതിന് ശേഷം ആഹാരം വിളമ്പാം. നീ കഴിക്കുന്ന ആദ്യം ആര് പറയുമെന്ന് നോക്കാം. നമ്പർ 2, ഒറ്റയ്ക്കിരിക്കുമ്പോ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് വാരി കൊടുക്കും. പക്ഷെ ഇങ്ങനെ പുറത്തു വന്നിരിക്കുമ്പോ ആരാണ് ആദ്യം വാരി തരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മൂന്നാമത്തേത്? നമുക്ക് മനഃപൂർവ്വം എക്കിള് വരുന്നത് പോലെ അഭിനയിക്കാം. ഇവിടെ അടുത്തൊരു വാട്ടർ ബോട്ടിലും ദൂരെയായിട്ടൊരു വാട്ടർ ബോട്ടിലും വെക്കാം. അവരടുത്തിരിക്കുന്ന വാട്ടർ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളോട് സ്നേഹമുണ്ടെന്നും അത്രയും കരുതലുണ്ടെന്നും അർത്ഥം. ദൂരെ ഇരിക്കുന്ന വാട്ടർ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ സ്നേഹം കുറവാണെന്ന് അർത്ഥം. ഈ ടെസ്റ്റ് എങ്ങനെയുണ്ട് ചേച്ചി? എന്താ പത്മ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഇൻസൾട്ട് ചെയ്യണോ? പ്ലീസ് ചേച്ചി, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പറ്റില്ലെന്ന് പറയല്ലേ, പ്ലീസ് 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 ചേച്ചി. എന്റെ ചേച്ചിയെ നീ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണോ? ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ല, ടെസ്റ്റിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്കായിരിക്കും. ഇരിക്കേട്ടാ. ടെസ്റ്റോ? എന്ത് ടെസ്റ്റ്? ഒന്നുമില്ല, നമുക്ക് കഴിക്കാം. പത്മ, നീ വിളമ്പി കഴിക്ക. ഫസ്റ്റ് ടെസ്റ്റിലെ എന്റെ ഭർത്താവ് പാസ്സായിരിക്കുന്നു. എടോ വസുന്ധര, ഒരു മിനിറ്റ്. ഇനിയൊരു പ്ലേറ്റിന്റെ ആവശ്യം എന്താ? നമുക്ക് ഇതിൽ നിന്ന് തന്നെ കഴിക്കാം. ആഹാ, ഞാൻ തന്നെ തനിക്ക് വാരിത്തരാം. എന്തിനേട്ടാ? ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ഡേ അല്ലെന്ന്. ജോലി ചെയ്ത് ചെയ്ത് തന്റെ കൈക്കെല്ലാം നല്ല വേദന ഉണ്ടെന്ന് എനിക്കറിയാം. കഴിക്കാം. ചേച്ചിയുടെ കൈക്ക് പ്രശ്നമുള്ള കാര്യം ചേട്ടൻ എങ്ങനെ അറിയാം? അവൾ ഇതുവരെയും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടില്ല രവി. ശീലമില്ലാത്തൊരു ജോലി ചെയ്താ കൈയിന് നല്ല വേദന ഉണ്ടാവും. എന്താ ഇത്? ശരിക്കും എക്കള് വരികയാണല്ലോ. അല്ല, വെള്ളം എവിടെ?
ഇതെന്താ ഇങ്ങനെ? ചേച്ചിക്ക് നിനക്ക് ഒരേ സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്നേ? അല്ല, വെള്ളം. അയ്യോ, പാമ്പ്, പാമ്പ്. അയ്യോ, നീ എവിടെ? പാമ്പ്. എവിടെ പാമ്പ്? ഇപ്പൊ ഇക്കള് പോയില്ലേ? എന്താ? സോറി വസുന്ധര, പെട്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്ത കേട്ട ഇക്കള് നിൽക്കുമെന്നറിയാം, അതാ അങ്ങനെ പറഞ്ഞു. ചേട്ടനാള് കൊള്ളാലോ. പാമ്പെന്ന് പറയുന്നത് കേട്ടപ്പോ ഞാൻ തന്നെ ഇവിടെ പേടിച്ചു പോയി. കഴിക്കോ വസുന്ധര? എനിക്ക് വയറ് നിറഞ്ഞേട്ടാ, ഇനി ഏട്ടൻ കഴിക്ക്. അതിനിടയ്ക്ക് വയറ് നിറഞ്ഞോ? ഇത് കൂടെ കഴിക്കേ. ഇത്രയും സ്നേഹത്തോടെ ഇങ്ങനെ വാരിക്കൊടുത്താ ആരുടെ വയറാ നിറയാത്ത ചേട്ടാ? എനിക്കും ഒരു ഭർത്താവുണ്ട്, എന്തിനു കൊള്ളാം. ബകാസുരനെ പോലെ വാരി തിന്നുന്നല്ലാതെ എന്റെ കാര്യമൊന്നും നോക്കുന്നേ ഇല്ല. എടി ശൂർപ്പണകേ, നിന്റെ അയക്കൊരു കുഴപ്പം കാണുന്നില്ലല്ലോ. ഫാക്ടറി ജോലി ശീലമുണ്ട്. എനിക്ക് ശീലമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങൾ ചേട്ടനെയും ചേച്ചിയും കണ്ടുപഠിക്ക്. സ്നേഹം എന്നൊക്കെ പറഞ്ഞാ അങ്ങനെയാ. ഇത് പാർക്കല്ല, ഫാക്ടറിയാ. നമ്മൾ ലവേഴ്സും അല്ല, കപ്പിൾസാ. സിനിമ കണ്ടുകൊണ്ട് ഇപ്പൊ നീയും അങ്ങനെയായി.